അധികകാലം പുതിയ നേതാവ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ കസേരയിൽ തുടരില്ല. അതിനു മുൻപേ തന്നെ കാലപുരിക്ക് അയക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അയത്തുള്ള അലി ഖൊമേനിക്ക് സംഭവിച്ചതിലും ക്രൂരമായ രീതിയിലാകും പുതിയ നേതാവിന്റെ മരണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ച മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇത്തരമൊരു പ്രതികരണം നടത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നത്. കുടുംബവാഴ്ച ഇവിടെ അനുവദിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നും മാത്രമല്ല ഇതിനായി ഇത്രയും യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞതായി തന്നെ അതിലൂടെയാണ് ഖൊമേനിയെ പടമാക്കിയതെന്നും ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വീണ്ടും ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ അധികാര കസേര അലങ്കരിക്കാൻ ഒരുങ്ങുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. ഇതാണ് വസ്തുതാപരമായ കാര്യം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി തന്നെ തുടരുന്നതിനിടയിൽ തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖൊമേനിയുടെ മകനായ മുജ്തബ ഖൊമേനിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 88 അംഗങ്ങളടങ്ങിയ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് രാജ്യത്തിന്റെ മൂന്നാമത്തെ സുപ്രീം ലീഡറായി മുജ്തബ ഖൊമേനിയെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായതും. നിർണായക വോട്ടെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു നിയമനം പ്രഖ്യാപിച്ചതെന്നതായിരുന്നു അസംബ്ലി ഓഫ് എക്സ്പെർട്സ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് ആകട്ടെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് ഇറാന്റെ പരമോന്നത നേതാവായി അധികാരമേറ്റ പുതിയ നേതാവിനെ ആ കസാരയിൽ വാഴിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇറാനിലെ രാഷ്ട്രീയ സൈനിക മത കാര്യങ്ങൾക്കിടയിൽ അടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരേ ഒരു നേതാവ് പരമോന്നത നേതാവാണ്. അതേസമയം ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയായിരുന്നു ചെയ്തത്. അമേരിക്കയുടെ അംഗീകാരമില്ലാതെ തന്നെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം അധികാരത്തിൽ തുടരാൻ ആകില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അവിടെ ആ കസേര അലങ്കരിക്കാനായി തന്നെ തിരഞ്ഞെടുക്കുന്നത്. US-ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഴയ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖൊമേനി. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പുരോഹിതരുടെ കൂട്ടായ്മയായി തന്നെ വിദഗ്ധരുടെ അസംബ്ലി ഭൂരിപക്ഷ സമവായത്തിലാണ് പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തതും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും ഈ നേതാവിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിതാവിന്റെ ഭരണകാലത്ത് തന്റെ മുജ്തബ ഖൊമേനി ഇറാന്റെ സുപ്രീം ലീഡറായി ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതായും ഇവിടെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്റലിജൻസ് സർവീസുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം അതിന്റെ ഗേറ്റ് ക്ലിപ്പിംഗ് നടത്തിയിരിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അയത്തുള്ള അലി ഖൊമേനിയുടെ മറ്റൊരു രീതിയിൽ മൻസൂറെ തെച്ച്ദെ എന്ന ഒരു രണ്ടാമത്തെ മകൻ ഇവിടെ തെച്ച്ബ ഖൊമേനിയായി തന്നെ എടുത്തു പറയുന്നു. അതേപോലെ 1969 സെപ്റ്റംബർ 6 വടക്ക് കിഴക്കൻ ഇറാനിലെ ഒരു പ്രധാന ഷിയ മതകേന്ദ്രമായ മഷാദിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഉന്നത മത പഠനത്തിനും ശേഷം തെച്ച്ബാഗ് ആകട്ടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ അവിടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1987-88 ഇറാഖ് ഇസ്രായേൽ യുദ്ധത്തിൽ അവസാന വർഷങ്ങളിൽ അദ്ദേഹം ഹബീബ് ബറ്റാലിയനിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ അപൂർവമായി മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുജ്തബ ഖൊമേനി ഇതുവരെ ഔദ്യോഗിക സർക്കാർ പദവികൾ ഒന്നും തന്നെ വഹിച്ചിട്ടില്ല. എങ്കിലും 2019 US ട്രഷറി വകുപ്പ് മിസ്റ്റർ മുജ്തബയ്ക്കെതിരെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുജ്തബ ഖൊമേനി ഇറാനിൽ അധികാരത്തിലെത്തുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു മുന്നറിയിപ്പുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.